പ്രിയമുള്ള കേരള സമൂഹമേ, ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ വരികയായി. അതിന് മുന്നോടിയായി മതനേതാക്കളും രാഷ്ട്രീയ നേതാക്കളും പല രീതിയിലും നമ്മെ വോട്ട് ചെയ്യാനും ചെയ്യിക്കാതിരിക്കാനും അവർക്ക് അനുകൂലമായും മറ്റുള്ളവർക്ക് പ്രതികൂലമായും പല രീതിയിൽ സ്വാധീനിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ നാം വിവേകത്തോടെയും വളരെ കാര്യക്ഷമമായി നാം ആർക്ക് വോട്ട് കൊടുക്കണം, ആർക്ക് ചെയ്യണ്ട എന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. അവർ നമ്മെ പല രീതിയിലും സ്വാധീനിക്കും. അതിന് മതരാഷ്ട്രീയ ഒരു കൂട്ടുകെട്ട് തന്നെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹമേ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മസ്ജിദുകളിൽ നിന്നും അതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും നമ്മെ ഭയപ്പെടുത്തി നമ്മെ എക്കാലത്തും സമാധാനമില്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു സമ്പ്രദായം എന്നുമുണ്ട്. അത്തരം ഭയപ്പാടുകളിൽ നിന്ന് നാം മാറി നിന്ന് സമാധാനപരമായി അഥവാ ഇസ്ലാമികമായി ജീവിക്കാൻ ശ്രമിക്കുക. അത്തരം നേതാക്കളെ നാം തിരിച്ചറിയുക. അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നാം അകറ്റി നിർത്തുക. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇലക്ഷൻ്റെ മുമ്പായി നടക്കുന്ന ഈ വോട്ടർ പട്ടിക ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അതാത് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ നമ്മൾ കൃത്യമായ രേഖ കൊടുക്കുക എന്നതിനപ്പുറം ഇതിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല. നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ വോട്ടർ ലിസ്റ്റ്, ഇതെല്ലാം നമുക്ക് വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ ആധാർ നിർബന്ധമാണ് എന്ന് മാത്രം ഞാൻ അറിയിക്കുന്നു. അതുകൊണ്ട് ഭയപ്പാടില്ലാതെ മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. മറ്റുള്ള വിശ്വാസികളും ഇത്തരം രീതിയിൽ തിരിച്ചറിവ് ഉണ്ടായി വിവേകത്തോടുകൂടെ പെരുമാറണേ എന്ന് വിനീതമായി എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്.